Hey guys, welcome back again to another vlog. സോ ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈക്ക് 25th തൊട്ട് നവംബർ 4th വരെ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പ്ലസ് സ്റ്റഡി ലീവും കൂടിയാണ്, മിക്സ്ഡാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എവിഡൻസ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ലൈക്ക് 1:30 കഴിഞ്ഞു, 1:30 PM. ദിസ് ഈസ് ലൈക്ക് 23rd of October. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാനിനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് നോക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. കാരണം ഫുൾ ടൈം എവിഡൻസ് നോക്കിയിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കാൻ പോവാണ്. ജസ്റ്റ് ഫസ്റ്റത്തെ ഭാഗം ഫ്രം മൈ റെഫറൻസ് ബുക്ക് വിച്ച് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷനിലെ ഭാഗം നോക്കാൻ പോവാണ്. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അതും കൂടി ഒന്ന് നോക്കണം. യെസ്, അപ്പോൾ ഇപ്പോൾ 2 മണിയായി. ഞാനപ്പോൾ കുറച്ച് സംഭവങ്ങൾ പ്രിൻസിപ്പിൾസാണ് കുറച്ച് മെയിൻലി നോക്കിയത് ഫ്രം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പോൾ അതിനകത്ത് മിസ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് ഇരുന്നപ്പോഴത്തേക്കും ഇത് നമ്മൾ കേട്ടായിരുന്നു, ലൈക്ക് ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അസറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, ആർബിട്രറി പ്രിൻസിപ്പിൾ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പെയിൻ, പ്ലെഷർ, അല്ലെങ്കിൽ സിമ്പതി, ആൻറ്റിപ്പതി, അതിനൊക്കെ പറ്റിയുള്ളൊരു ക്ലാസ് കേട്ടത് കൊണ്ട് ഞാനപ്പോൾ അത് കൈയോടെ വായിച്ചതാണ്. അപ്പോൾ ഇനി വായിച്ചിട്ടേ ഉള്ളൂ, ഒരു നോട്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. ഇത് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി കുറച്ച് നേരം ഒരു ചെറിയ നാപ്പ് എടുക്കാം. കാരണം എനിക്ക് കണ്ടിന്യൂസ് ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഞാൻ ടയേർഡായി പോവും, എക്സോസ്റ്റഡ് ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവാം. സോ യെസ്, ഞാൻ എവിഡൻസ് കുറച്ച് ഭാഗം നോക്കി. ഇതൊക്കെ ഞാൻ നേരത്തെ നോക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസിൻ്റെ തന്നെ ലൈക്ക് ഡിഫറെൻറ്റ് തിങ്സ്. ഓറൽ എവിഡൻസ് ഞാൻ കുറച്ച് നോട്ട് ഉണ്ടാക്കിയിട്ടാണ് പഠിക്കുന്നത്. ഓറൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, പിന്നെ എന്താ പറയുക, ദെൻ വി ഹാവ് പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, പിന്നെ ഡയറക്റ്റ് എവിഡൻസ്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്, അങ്ങനത്തെ കുറച്ച് പോർഷൻ നോക്കി. പിന്നെ പ്രിസംപ്ഷൻ ഓഫ് ഫാക്ട് ലൈക്ക് മേ പ്രിസ്യൂം, ഷാൽ പ്രിസ്യൂം, കൺക്ലൂസീവ് പ്രൂഫ്, അത് നോക്കി. ആൻഡ് പിന്നെ നോക്കിയ സംഭവമാണ് ഇപ്പുറത്തെ ബുക്കിലാണ്, ഈ ബുക്ക് കഴിഞ്ഞ് വി ഹാവ് ലൈക്ക് ഫാക്ട് വിച്ച് നീഡ് നോട്ട് ടു ബി പ്രൂവ്ഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും പിന്നെ പബ്ലിക് ഡോക്യുമെൻറ്റും പ്രൈവറ്റ് ഡോക്യുമെൻറ്റും, അതൊക്കെയാണ് ഇപ്പോൾ വരെ നോക്കിയിട്ടുള്ളത് എവിഡൻസിൽ നിന്ന്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. പക്ഷെ നമ്മൾക്കിപ്പോൾ വേറൊരു ബുക്കും കൂടി പഠിക്കേണ്ടി വരും, ലൈക്ക് ഇത് ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ എവിഡൻസ് ആക്ട് പഠിക്കുന്നത്. യെസ് ഗൈസ്, അങ്ങനെ പഠിച്ച് ബോറടിച്ചപ്പോഴേക്കും ഞാൻ രാവിലെ തന്നെ സമൂസ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഐറ്റമാണ് ഈ ഒരു സംഭവം, വിച്ച് ഈസ് സമൂസ ചാട്ട്. അപ്പോൾ ലൈക്ക് എന്താ പറയുക, സവാള, തക്കാളി, മിച്ചർ, പിന്നെ കുറച്ച് തൈരും സോസും മല്ലിയില, ആ സംഭവം കൂടി ഇട്ട ഐറ്റമാണിത്. ആൻഡ് ഇതാണ് എൻ്റെ ഇന്നത്തെ സ്നാക്ക്. സോ ഇത് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സമൂസയ്ക്ക് ഒരു വേറൊരു ഫോം, അത്രേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നല്ലൊരു സ്നാക്കാണ്, ലൈക്ക് നല്ല ഹെവി ആയത് വൈകുന്നേരം കഴിക്കുമ്പോഴത്തേക്കും. ജസ്റ്റ് സമൂസ മാത്രം കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും ആവാത്ത പോലെ തോന്നും, എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. യെസ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 4:30. അപ്പോൾ 4:30 to 7:30 അല്ലെങ്കിൽ 7:15 ഡിപ്പെൻസ്, ട്യൂഷൻ്റെ ടൈമാണ്. അപ്പോൾ ഇപ്പോൾ പിള്ളേർ വന്നിട്ടില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവർ വരും. യെസ് ഗൈസ്, അപ്പോൾ ദിസ് ഈസ് ഓൾമോസ്റ്റ് 7:45. അപ്പോൾ ഞാൻ ഇനി ജിമ്മിന് പോയിട്ട് വരാം. ഞാൻ ഈ 2 ദിവസമായി ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ജിമ്മിന് പോയിട്ട് ഞാൻ വരാം. ബൈ ബൈ.
അങ്ങനെ ഗൈസ് എക്സാം ഡേ ആണെന്ന് ഞങ്ങളിതാ ഹോൾ ടിക്കറ്റ് വാങ്ങിച്ചു നേരെ നടന്നു പോവാണ്. യെസ് ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ലോ ഓഫ് എവിഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾക്ക് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. പിന്നെ പാർട്ട് ബി ഈസ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കതിന് 3 ആൻസർ ചെയ്യണം. ആൻഡ് പിന്നെ പാർട്ട് സി വിച്ച് ഈസ് ലൈക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, 2 നമ്മൾ ആൻസർ ചെയ്യണം. സോ ഇതായിരുന്നു ലോ ഓഫ് എവിഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഇനി നമുക്ക് എക്സാം ഉള്ളത് ഈസ് ഓൺ 29th വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ നമ്മൾക്കൊരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്, സ്റ്റഡി ലീവ് പോലെ. ആൻഡ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസൊക്കെ. യെസ്, അപ്പോൾ ഇത് ഈസ് ഡേറ്റഡ് 27th of October. സോ ഇനി 29th എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എക്സാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതായത് ആ ഇൻട്രൊഡക്ഷൻ ഭാഗമൊക്കെ ഞാൻ നോക്കിയായിരുന്നു. നേരത്തെ നമ്മൾക്ക് ഇൻറ്റേർണൽസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഈ ഒരു 7th ടോപ്പിക് വിച്ച് ഇസ് ലൈക്ക് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്. അതൊരു ഫ്രാൻസിലുള്ളൊരു ലീഗൽ സിസ്റ്റമാണ്. പ്ലസ് ഇത് നോട്ട്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൽ തന്നെ സംഭവങ്ങൾ റെഫർ ചെയ്തിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നോക്കണമെങ്കിൽ ഞാൻ ഗൂഗിൾ അപ്പ് ചെയ്യും, അങ്ങനെ. സോ ദിസ് ഇസ് ദ നോട്ട്സ് ദാറ്റ് ഹാവ് പ്രിപ്പയർഡ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ, പിന്നെ കുറച്ച് ഡോക്ട്രിൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും, ലൈക്ക് റൂൾ ഓഫ് ലോ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് പിന്നെ ഫ്രാൻസിലൊരു കൈൻഡ് ഓഫ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിച്ച് ഇസ് ലൈക്ക് പബ്ലിക് ലോ, പ്രൈവറ്റ് ലോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തേണ്ടി വരും. ആൻഡ് അതൊക്കെയാണുള്ളത്. പിന്നെ ഈ ഒരു ടോപ്പിക് ഈസ് ലൈക്ക് കുറച്ചുണ്ട്, കാരണം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അത് സർ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം വലുതാണ്. ആൻഡ് പിന്നെ ഡിഫറെൻറ്റ് ഡോക്ട്രിൻസ് ഒക്കെ ഉണ്ട്. യെസ്, അപ്പോൾ ഇതായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ലോൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് വാസ് ലൈക്ക് ഫൈൻ. ആൻഡ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇതൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് വി ഹാവ് ലൈക്ക് പാർട്ട് സി. സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഗൈസ്, ഇനിയുള്ള എക്സാം ഈസ് ഓൺ 1st. അപ്പോൾ അതുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. സോ ഇതാണ് ആ ഒരു ടോപ്പിക്, ലൈക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ്. അപ്പോൾ അതാണ് ഉള്ളത്. സോ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ബന്ധം ആ ഒരു ഫിലോസഫർ ഉണ്ട്. സോ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പോളിസീസും കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വേറാസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ലൈക്ക് ഡിഫറെൻറ്റ് റൂൾസ്, ലൈക്ക് ലിറ്ററൽ റൂൾ, ഗോൾഡൻ റൂൾ, മിസ്ചീഫ് റൂൾ, പിന്നെ കുറച്ച് മാക്സിംസ് കുറച്ചല്ല, കുറച്ച് അധികമുണ്ട്. ആൻഡ് മാക്സിംസ് പഠിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മെത്തഡാണ് ദിസ്, എഴുതി പഠിക്കുക എന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. കാരണം ഓർത്തിരിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ടേംസൊക്കെ. അപ്പോൾ അത് ഞാൻ പൊതുവേ ചെയ്യാറുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് എഴുതി പഠിക്കും, ലൈക്ക് ഡിഫറെൻറ്റ് മാക്സിംസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ വരെ ഞാനൊരു 10 മാക്സിംസാണ് നോക്കിയിട്ടുള്ളത്. സോ അങ്ങനെ ഞാൻ എഴുതിയേ പഠിക്കാറുള്ളത്, ബിക്കോസ് അത് അത്യാവശ്യം ഉണ്ടാവും. നമുക്കത്ര ഓർമ്മ നിൽക്കില്ല ഇതിൻ്റെ ആ ഒരു മീനിങ്സും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടേംസും. ആൻഡ് പിന്നെ കുറച്ച് പോളിസീസ് ഓഫ് കൺസ്ട്രക്ഷൻസ്, അതൊക്കെയാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. സോ ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഇപ്പോൾ നോക്കി. ആൻഡ് ഇനിയുള്ളത് ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആണ്. സോ അതും ഉണ്ട് നോക്കാനായിട്ട്, ലൈക്ക് ഒരു സ്റ്റാറ്റ്യൂട്ട് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റാണിത്. സോ യെസ്, അപ്പോൾ ഈ എക്സാം ഈസ് ഓൺ 1st of November, ലൈക്ക് ഫ്രൈഡേ ആണ്. സോ ഫ്രൈഡേയിലത്തെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ലൈക്ക് ഫ്രം 2 PM to 5 PM.
ദിസ് ഈസ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻഡ് ആ ഒരു പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അസറ്റിക് പ്രിൻസിപ്പിൾ. പിന്നെ 2 മാക്സിംസ് ചോദിച്ചിരുന്നു. ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് പിനൽ സ്റ്റാറ്റ്യൂട്ട്സ്, ലിറ്ററൽ റൂൾ ആൻഡ് കളറബിൾ ലെജിസ്ലേഷൻ, ഇതാണ് ചോദിച്ചത്. സോ അങ്ങനെ ഞാനത് എഴുതാം. പിന്നെ നെക്സ്റ്റ് പാർട്ട് ബി MV ആക്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഫാക്ടറീസ് ആക്ട്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഒരു പാസ്പോർട്ട്, അതിനായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതോറിറ്റി. ഈസ് ലൈക്ക് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എക്സ്പ്ലെയിൻ ആൻഡ് ഇലിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 3 ഓപ്ഷൻസ് ഉണ്ട്, വേർ വി ഹാവ് ടു ആൻസർ 2 ക്വസ്റ്റ്യൻസ്. സോ യെസ്, ഇതായിരുന്നു ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ ഇൻറ്റേർണൽ നടത്തുമ്പോഴത്തേക്കും മാം ഇട്ടിരുന്നു ഇത്. സോ അതുകൊണ്ട് ഇൻറ്റേർണൽ എയ്ഡും എക്സ്റ്റേണൽ എയ്ഡും അത്യാവശ്യം എഴുതാൻ പറ്റിയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. യെസ്, സോ അങ്ങനെ നമ്മളുടെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പോൾ ഇനിയുള്ളത് ലേബർ ലോ ആണ്, വിച്ച് ഈസ് ഓൺ 4th November. സോ അതിന് ഞാനൊരു റെഫറൻസ് ബുക്ക് എടുത്തു, വിച്ച് ഈസ് ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ ലോസ്. റെഫറൻസ് ബുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഗോസ്വാമി, PL മാലിക്, അങ്ങനത്തെ വേറെ കുറച്ച് ആൾക്കാരുടെയൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ആ ബുക്സൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അത് എനിക്ക് വായിക്കാനൊക്കെ മടിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ബുക്ക്, വിച്ച് ഈസ് ലൈക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിൻ്റെ ആ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. റൈറ്റ് ഹാൻഡ് സിസ്റ്റിംഗ് കഴിഞ്ഞ് ടേബിൾ നമ്പർ 3, ടെസ്റ്റ് നമ്പർ 360, ടേബിൾ നമ്പർ 2 നെക്സ്റ്റ് മത്സരം 180. സോ ഇതാണ് നമ്മളുടെ 4th സെം ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ഇതോടെ നമ്മളുടെ 4th സെം ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മളുടെ എക്സാം 4 കഴിഞ്ഞു. ലേബർ ലോ വാസ് ലൈക്ക് ഫൈൻ. എനിക്ക് കുറച്ച് പോർഷനുകൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പുറകെയായിരുന്നു ഞാൻ, കുറച്ച് നോട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിച്ചു. പിന്നെ റെഫറൻസ് ബുക്ക് എടുത്തത് തിരിച്ചുകൊണ്ട് കൊടുത്തു ലൈബ്രറി തന്നെ, ബിക്കോസ് നമുക്ക് ഇനിയുള്ള വീക്ക് മൊത്തം അവധിയായിരിക്കും, ബിക്കോസ് ഓഫ് ഓറിയൻറ്റേഷൻ ക്ലാസ് ആൻഡ് ഇവാലുവേഷൻ ക്യാമ്പൊക്കെ ഉള്ളതുകൊണ്ട്. So that's it. അപ്പം നമ്മളുടെ 4th സെം എക്സാം ഫിനിഷ്ഡ്.